ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ടോക്സിക്കിൻ്റെ ടീസർ വന്നിട്ടുണ്ട്, ഒഫീഷ്യൽ ടീസർ. ഏകദേശം 1 മിനിറ്റ് 56 സെക്കൻഡ്, 2 മിനിറ്റ് നേരം ഇതിൻ്റെ ടൈമുള്ളത്. 2 മണിക്കൂർ മുമ്പാണ് വന്നിട്ടുള്ളത്. 1,41,000 ചില വ്യൂ ഒക്കെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും ടോക്സിക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഗ്ലിംസോട് കൂടി ഭയങ്കരമായിട്ട് റിയൽ പാൻ ഇന്ത്യനായി മാറിയിട്ടുള്ളൊരു പടമാണ്. അറിയാലോ, പ്ലക്ക് 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 എന്നുള്ള കമൻറ്റ് മാത്രമാണ് അതിൽ കാണാൻ പറ്റുന്നത്. പ്ലക്ക് ഭയങ്കര ഒരു ഫേമസ് ആയ, സത്യം പറഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം വീണ്ടും ഈ സിനിമേൻ്റെ ഗ്ലിംസോട് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ടീച്ചറാണ് വന്നിട്ടുള്ളത്. നമുക്കത് കണ്ടു നോക്കാം. ചെറിയ പ്രതീക്ഷയൊക്കെ എപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ആൻഡ് ഈ പ്ലക്ക് സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാലും പടത്തിൽ ഒരുപാട് നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. റെഡി. ചെറുതല്ല. കുതന്ത്രങ്ങളുടെ രൂപം മാറി. എല്ലാവരെയും ശത്രുക്കളാക്കി ജീവിക്കാനാവില്ല. പിടിവാശി മതിയാക്ക്. കിവപ്രായ ഭയങ്കര വിഷ്വൽസ് ആട്ടോ. It's over. It's over when I say it's over. Until then, have some manners. Madness. അടിപൊളിയായിരുന്നു. Fucking manners. തോന്നലില്ലേ? I'm home, Daddy. ഡബിളാ ഇത്? ഡബിളാണോ അതോ ഈ ആള് തന്നെ വേറൊരു സാഹചര്യത്തിൽ ലുക്കൊക്കെ മാറ്റി ഇങ്ങനെ ആവണോ? മുട്ടിയൊക്കെ ഫുൾ കളഞ്ഞിങ്ങനെ ഈ ലുക്കിലേക്ക് വരികയാണോ? എനിക്ക് തോന്നുന്നതേ പിടിവാശി മതിയാക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിടിവാശി കാരണം അയാൾ ചെയ്തത് കുറേ കാര്യങ്ങൾ കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും ഒരു കംബാക്ക് ഈ ലുക്കിൽ വരികയാണോ എന്ന് പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ വില്ലനും പുള്ളിക്കാരൻ തന്നെയാണോ? ആൻഡ് ഇതിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയേണ്ടത്, നൗ ഇറ്റ്സ് അമേസിങ്. ശരിക്കൊരു ഇത് റിയൽ പാൻ ഇന്ത്യനായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ, ഒരു റോക്കിംഗ് സ്റ്റാർ റേഷ്യൽ എന്താണ് പ്രതീക്ഷിച്ചത്, അതിപ്പോൾ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഗ്ലിംസ് കണ്ട സാധനം പോലൊന്നും അല്ല, സംഗതി ഇതിലുണ്ട്. ആൻഡ് ടോക്സിക് എന്നുള്ള പേര് 100% ഇതിന് മാച്ചാണെന്നാണ് തോന്നുന്നത്. കാരണം അത്രയും വയലൻസും സാധനങ്ങളും എല്ലാം ശരിക്കും ടോക്സിക് ശരിക്കൊരു വിഷമാണ്. അതായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനവും ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താണോ ആ സംഭവങ്ങൾ. അതേപോലെ ആ ആളെ മൊത്തമായിട്ട് ഇടിച്ചിട്ട് ഹാവ് സം മാനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സംഭവം, ആ വെള്ളം അടിച്ചിട്ട് ആ ഒരു ഇതിൽ പോയിട്ട് ഇരിക്കുന്ന സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ, വേ ഓഫ് വാക്കിംഗ്, അതുപോലെ ഡയലോഗ് ഡെലിവറി, ഒരു സ്റ്റൈൽ, മാനറിസം, ആറ്റിറ്റ്യൂഡ്, അത് ഭയങ്കര സംഭവം. നമ്മൾ ഇപ്പോൾ നമുക്കറിയാലോ, അത് വയലൻസ് 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 ആ ഒരു ടൈപ്പ് പരിപാടി. അതുപോലെ നടന്നിങ്ങനെ വരുന്നത്, ആ നിൽക്കുന്നത്, അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് ചില ആക്ടർ മാനറിസം ഇതിലുണ്ട് എന്നാണ് തോന്നുന്നത്. ആൻഡ് ദാറ്റ് വാസ് റിയലി എന്താ പറയുക, സ്റ്റൈലിഷ്. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു സ്റ്റൈൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇതിൽ ഫീൽ ചെയ്തു. പിന്നെ ഈ പറയണത് മറ്റുള്ള സംഗതികൾ നമ്മൾ ഗ്ലിംസിൽ കണ്ട പരിപാടി മാത്രമല്ല, ഭയങ്കരമായിട്ടുള്ള ശരിക്കും നമ്മളൊരു മോൺസ്റ്റർ മൈൻഡ് എന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ എനിക്കോട് മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ്, ഇതിൻ്റെ പ്രൊഡക്ഷനിലൊരു ടീം അവരാണ്. ഇപ്പോൾ മോൺസ്റ്റർ മൈൻഡ് ശരിക്കും അങ്ങനത്തെ ഒരു പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ തുടക്കം മുതൽ അവസാനം വരെ നോക്കുകയാണെങ്കിൽ ഓരോ ഫ്രെയിംസും ഇതിൻ്റെ സ്കെയില് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗീതു മോഹൻദാസ് എന്ന് പറഞ്ഞൊരു മലയാളി പുറത്ത് ഇങ്ങനെ വലിയ സ്കെയിലിൽ ഇത്രയും വലിയൊരു നടനെ വെച്ച് ഒരൊറ്റ പടം കൊണ്ടാണെങ്കിൽ പോലും യശ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഭയങ്കരമാണ്.
അതിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഏറ്റവും വലിയ നടന്മാർ, ഇന്ത്യൻ നടന്മാർ ആരാന്ന് എടുത്തു നോക്കിയാൽ അതിലൊരു പേര് പേഷ്യൻ്റാണ്. അങ്ങനെ ഒരാളെ വെച്ചിട്ടൊരു പടം ചെയ്യണം ഗീതു മോഹൻദാസ്, മലയാളിയാണ്. അപ്പോൾ അത് അഭിമാനിക്കാവുന്ന സംഭവമാണ്. ആൻഡ് ഇതിൽ നെഗറ്റീവ്സ് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അവരൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്തരം സ്ത്രീകൾക്ക് ഭയങ്കര തുല്യത വേണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പരിപാടി പറഞ്ഞിട്ട് അത്തരത്തിലുള്ള ഗ്ലിംസ് വരും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയും, അത് അത്രയും സംഭവിച്ചിട്ടുള്ളൂ. ആൻഡ് ഇതിലെനിക്ക് VFX ആയി ബന്ധപ്പെട്ട് തോന്നുന്നത്, VFX ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നത് ഡ്യൂൺ, അതുപോലെ ഇൻട്രസ്റ്റെല്ലാർ, ഇതിൻ്റെയൊക്കെ VFX ചെയ്തിരിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം. ബട്ട് എന്നിട്ടും ആ കഴുത്ത് മുറിക്കുന്ന സാധനം ഉണ്ടല്ലോ, മരം മുറിക്കുന്ന വിഷയം കൊണ്ട് അവിടെ ഇങ്ങനെ ഈ കഴുത്തിൽ ടച്ച് ചെയ്യാത്ത ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ VFX പരമായിട്ട് അത്തരം സംഭവങ്ങളൊക്കെ ഒരു പക്ഷേ ടീച്ചർ ചെറിയ സാധനമൊക്കെ ഉള്ളൂ. ഒരിക്കലും നമുക്ക് പടം ഇറങ്ങി കഴിയാണ്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയ ഇൻട്രസ്റ്റെല്ലാറൊക്കെ ചെയ്ത ആൾ ചെയ്യാന്ന് പറയുമ്പോൾ ഒരിക്കലും അത് വീക്ക് ആവില്ല. അപ്പോൾ ടീച്ചറിന് വേണ്ടി വെറുതെ ഏതെങ്കിലും ഒരു കട്ടെടുത്ത് ഇട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കംപ്ലീറ്റ് പുള്ളിക്കാരൻ ചെയ്യാത്തതിലും പോർഷനാണോ, വേറെ ആരും കൂടി ചെയ്യിപ്പിച്ച പോർഷൻസ് വേറെ ഉണ്ടോ, ഒന്നും പറയാൻ പറ്റില്ല. ഇനി സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ചില സീൻസോ അല്ലെങ്കിൽ ചില ഭാഗങ്ങൾക്കോ വേണ്ടി മാത്രമാണോ പുള്ളിക്കാരനെ വിളിച്ചിരിക്കുന്നത്, ഒന്നും നമുക്കറിയില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, പടം വേറെ ലെവലാണെന്നുള്ളൊരു ഫീല് ഈ ടീച്ചർ തരുന്നുണ്ട്. ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. നമ്മൾ വിചാരിക്കാത്ത കുറേ സാധനങ്ങൾ വന്നുപോയി. തുടങ്ങുമ്പോൾ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വിചാരിച്ചിരുന്നില്ല. ബട്ട് ഇത് ഉണ്ട്, ഇത് യശ്വിന് ചെയ്യാനുള്ളതുണ്ട്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഗീതു മോഹൻദാസ്. പടം വരുമ്പോൾ ഒരു വലിയ ഹിറ്റായി മാറട്ടെ, ഒരു മലയാളിയുടെ അഭിമാനിക്കാനുള്ള സംഭവങ്ങളും ആ സിനിമയിൽ ഉണ്ടാവട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ ടീസർ കണ്ടിട്ട് നിങ്ങൾ സർപ്രൈസ്ഡ് ആയോ അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റിൽ മറക്കാതെ രേഖപ്പെടുത്തുക. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.